ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ റംസാന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്. അത് ഒരു ഫ്രൈഡേ ഉച്ച കഴിഞ്ഞ് നമ്മൾ ജിയോ പാർക്കിലോട്ട് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പം നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് സൂര്യൻ ചേട്ടനെയൊക്കെ കണ്ട് ഹായ് ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ യാത്ര തുടർന്നു. യാത്രയുടെ ഇടയിലുള്ള കുറച്ച് ക്ലിപ്സാണ് ഇതാ ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വാട്ടർ ടാങ്കും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഒവന്യൂസ് മോളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കോസൈക്കൂടാണ് പോയത്. അവിടെ നിന്ന് കുവൈറ്റ് സിറ്റിയുടെ കാഴ്ച അതിമനോഹരമായിരുന്നു. ആ കാഴ്ചയെല്ലാം ആസ്വദിച്ച് നമ്മൾ ചെന്നെത്തിയത് ജിയോ പാർക്കിലോട്ടാണ്. ജിയോ പാർക്കിൻ്റെ എൻട്രൻസ് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോൺ ഓണാക്കി വന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെ കഴിഞ്ഞു പോയിരുന്നു. പിന്നെ ഇത് ഇങ്ങനൊരു വേ ആണ്. രണ്ട് സൈഡും ഇങ്ങനെ മരുഭൂമിയും കുറേ പനകളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അവിടെ കാണാൻ. നമ്മൾ ഒരു ഈവനിങ് ടൈം, ഒരു സന്ധ്യ സമയമാണ് പോയത്. അതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു. ഈ വഴി കുറച്ചങ്ങ് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ കാണാനെന്ന്. അപ്പം അങ്ങനൊന്നും അല്ല, അടിപൊളി വ്യൂ ഉണ്ട്. ഇതെല്ലാം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ പോർഷൻസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ആവുന്നത്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തിപ്പെട്ടു. അവിടെ 2-3 ബഗ്ഗീസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു അവിടെ ബഗ്ഗി റൈഡൊക്കെ ഉണ്ടെന്ന്. പക്ഷേ നമ്മൾ കണ്ടില്ല ബഗ്ഗി റൈഡ്. ഇനി ഉണ്ടോയെന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് കുഞ്ഞുങ്ങളുടെ ആ ഒരു എന്താ പറയുക റൈഡും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് പോയത്. നമ്മൾ ആദ്യം അവിടോട്ടാണ് എത്തിപ്പെട്ടത്. കുഞ്ഞുങ്ങളല്ലേ ഈ റൈഡൊക്കെ കണ്ട് അവർ വിടുവോ? അവരങ്ങനെ ഓരോ റൈഡിലും കയറാൻ തുടങ്ങി. ഞാനും പിന്നെ അവരുടെ കൂടെ കയറി. എനിക്ക് പണ്ടൊക്കെ ഈ റൈഡിലൊക്കെ കയറുന്നത് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഞാൻ പണ്ടൊന്നും അങ്ങനെ കയറത്തേ ഇല്ലായിരുന്നു. ഇപ്പം കുഞ്ഞുങ്ങളുടെ കൂടെയാണ് ഇങ്ങനെ കയറി തുടങ്ങിയത്. ഈ ഒരു റൈഡ് കണ്ടോ, അത് സ്വന്തമായിട്ടും കറങ്ങും. ആ സ്റ്റിയറിംഗ് പോലത്തെ സാധനത്തെ പിടിച്ച് തിരിച്ചാൽ പിന്നെ അതല്ലാണ്ട് ഫുള്ളിങ്ങനെ കറങ്ങിയും വരും. കണ്ടോ ഈ ഒരു റൈഡ് ഇങ്ങനെ കറങ്ങി പോകുന്നത്. പക്ഷെ നമ്മൾ കയറിയതിനകത്ത് അങ്ങനെ കറങ്ങുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ ഈ ഒരു വോം റൈഡിനകത്താണ് കയറിയത്. ഐസുട്ടനും കൊച്ചായും കുഞ്ഞിയും ഞാനും കൂടാണ് കയറിയത്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിത് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു. ഇത് കുറച്ച് ദൂരം കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഹൈറ്റിൽ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴ്ന്നു വരും. അപ്പം എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നല്ലതായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ് മെയിൻ അട്രാക്ഷൻ ഏരിയയിലേക്കാണ് പോയത്. ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എൻട്രൻസ് ഏരിയയിൽ തന്നെയാണ് ക്യാമൽ റൈഡും ഹോഴ്സ് റൈഡും പോണി റൈഡും ഒക്കെ ഉള്ളത്. പിന്നെ എൻട്രൻസ് ഏരിയയിൽ തന്നെയാണ് വാഷ്റൂം ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പിന്നെ എൻട്രൻസ് ഫ്രീ അഡൽട്ട്സിന് 1 KD ആണ്. കുട്ടികൾക്ക് ഫീ ഒന്നുമില്ല. പിന്നെ നമ്മൾ ക്യാമലിനെയും ഹോഴ്സിനെയും പോണിയെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു ഭാഗത്തേക്കാണ് പോയത്. നമ്മൾ പോയ ടൈം വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും ഇതൊന്ന് കാണാനും ഒക്കെ നല്ല രസമായിരുന്നു. ഇവിടെ പിന്നെ കൂടുതലും ചെയ്തിരിക്കുന്നത് വുഡ് കൊണ്ടാണ്. പിന്നെ 28 ഡേയ്സ് കൊണ്ടാണ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് അത് സൂപ്പറാണെന്ന് തന്നെ പറയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ മിററുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കാണാനും സെൽഫി എടുക്കാനും ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ നൈറ്റ് പോയതുകൊണ്ട് തന്നെ ലൈറ്റിൽ കാണേണ്ട കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സായിരുന്നു. പിന്നെ നമ്മളും ഒരു മിറർ സെൽഫിയൊക്കെ എടുത്തു. കൊച്ചാടേയും മാമാടേയും കൂടെ ആയിരുന്നു. ഐസുട്ടൻ മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങളുടെ കൂടെ. ഇതിൻ്റെ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി